എല്ലാവർക്കും ഹോക്രാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്നും ഞാൻ പറയുന്ന സബ്ജക്റ്റ് തന്നെയാണ് യൂസ്ഡ് കാറിൻ്റെ ഷോറൂമിലെ കാറുകളുടെ ഡീറ്റെയിലിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്നും ഞാൻ ഇതിൽ ഇടുന്നതിൻ്റെ ഉദ്ദേശം കൂടി പറയുന്നുണ്ട്. നമ്മുടെ ഷോറൂമിൽ അറ്റ് പ്രസൻറ്റ് എന്തെല്ലാം വണ്ടികളുണ്ടെന്നുള്ളത് കാണാനുള്ളൊരു അവസരത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയുടെ സ്പെക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് കാറ്റലോഗിലുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പിക്ചേഴ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വേണ്ടപ്പെട്ടവർ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ, ഒട്ടും സമയം കളയാതെ തന്നെ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം ഒരു 3 മിനിറ്റിനുള്ളിൽ. അപ്പോൾ എന്തൊക്കെ വണ്ടികളുണ്ട്, ഏതൊക്കെയാണെന്നുള്ള മോഡലും കാര്യങ്ങളും വിലയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഹായ് ഗായ്സ്, എല്ലാവർക്കും ഓസ്കാർ യൂസ്ഡ് കാറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് കാണുന്നത് പോലെ തന്നെ വണ്ടികളുടെ ഡീറ്റെയിലിംഗ് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. വലത്ത് സൈഡിൽ അറ്റത്തായിട്ട് കിടക്കുന്നത് ബെൻസിൻ്റെ മേബാക്ക് ആണ് S350. നമുക്ക് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത് 15.5 4th ഓണർഷിപ്പാണ്. അതേപോലെ പിന്നെ കാണുന്നതാണ് ഫോർഡിൻ്റെ എക്കോ സ്പോർട്ട്. അത് ടൈറ്റാനിയം പെട്രോളാണ്, 2020 മോഡൽ, സിംഗിൾ ഓണർ, 64,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. 7.25 ആസ്കിംഗ് പ്രൈസ്. പിന്നെ വരുന്നത് ഹോണ്ടയുടെ CR-V ആണ്, 2010 മോഡൽ. അത് പ്രൈസും വരുന്നത് 4.85. അതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും നമുക്ക് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുക. പിന്നെ വരുന്നത് ഫോർച്യൂണറാണ്, 4x2, 2012 മോഡൽ, കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഫുൾ കേരള, 4 ഓണർഷിപ്പ് ആയിട്ടുണ്ട്, 4 കേരള തന്നെയാണ്. 1,50,000 കിലോമീറ്റർ ഓടിയേക്കാണ്. 13,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. പിന്നെ വരുന്നത് ഇന്നോവ ക്രിസ്റ്റ 2016 മോഡൽ, 170, സിംഗിൾ ഓണർ വണ്ടിയാണ്. അത് പ്രൈസ് ചോദിക്കുന്നത് 14,90 ആസ്കിംഗ് പ്രൈസ്. പിന്നെ സെലേറിയോ ഉണ്ട്. സെലേറിയോ വരുന്നത് 2019 മോഡൽ, 48,000 കിലോമീറ്റർ ഓടിയേക്കണത്. ZX AMT ആണ് വരുന്നത്. പ്രൈസിങ് വരുന്നത് 4.55. ഹോണ്ട അമേസ് വരുന്നുണ്ട്, 2023 വണ്ടിയാണ്, 46,000 കിലോമീറ്റർ ഓടിയേക്കണത്. 8.5 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. അതേപോലെ ടൊയോട്ടയുടെ ഗ്ലാൻസ വരുന്നുണ്ട്. ഗ്ലാൻസ വരുന്നത് 2023 മേക്ക് 24 ഫെബ്രുവരി രജിസ്ട്രേഷനാണ്. വണ്ടി 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് 9.90. നെഗോഷ്യബിൾ പ്രൈസാണ്, നല്ല രീതിയിൽ നെഗോഷിയേഷൻ ഉണ്ടാവും ഇതിൽ. കാരണം GSTയുടെ ഇത് ബാധിച്ചിട്ടുള്ളൊരു വണ്ടിയും കൂടെയാണ്. പിന്നെ അത് കൂടാതെ വരുന്നതാണ് നമ്മുടെ മാരുതിയുടെ ഡിസയർ. ഈ ഡിസയർ CNG കയറ്റിയേക്കുന്നതാണ്, ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കിലോമീറ്റർ വരുന്നത് 42,000 കിലോമീറ്ററാണ്, 2018 മോഡൽ. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 6.5. അതേപോലെ വാഗണർ വരുന്നത് 2024 മോഡലാണ്, 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 6.90. പിന്നെ നമുക്ക് ബാക്കി താഴെയുള്ള കുറച്ച് വണ്ടികളിലോട്ട് കിടക്കാം. ഞാൻ വണ്ടികൾ മൊത്തത്തിലൊന്ന് പറഞ്ഞു പോവാം. ഹോണ്ട അമേസ് ഉണ്ട്. അമേസ് 79,000 കിലോമീറ്റർ ഓടിയേക്കുന്ന സെക്കൻഡ് ഓണർ വണ്ടി, 3.40 ആസ്കിംഗ് പ്രൈസ്. അതേപോലെ സ്വിഫ്റ്റ് ഉണ്ട്. സ്വിഫ്റ്റ് വരുന്നത് LXI ആണ്, 2018 മോഡൽ, 64,000 കിലോമീറ്റർ ഓടിയേക്കണം. പ്രൈസിങ് വരുന്നത് 4.85 പ്രൈസിങ്, ആസ്കിംഗ് പ്രൈസ് വന്നേക്കണത്. പിന്നെ നിസാൻ സണ്ണി ഉണ്ട്, 2017 മോഡൽ. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 4.90. പിന്നെ വരുന്നതാണ് S-Team. ഇത് 2001 മോഡലാണ്. എന്താ പറയുക, ഒരു ടീം നമുക്ക് പാർക്കൻസൽ കാറ്റഗറിയിൽ കൊണ്ടുവന്ന 1.35 ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. എല്ലാ ഭാഗവും വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ വരുന്നതാണ് വെൻഡോ, ഫോക്സ്വാഗൻ്റെ വെൻഡോ വരുന്നുണ്ട്. അത് 49,000 കിലോമീറ്റർ ഓടിയേക്കണം, 2018 മോഡൽ വണ്ടി. 2018 വണ്ടി, 49,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് 7.55. പിന്നെ ഒരു പോളോ ഉണ്ട്, TDI ഡീസൽ വണ്ടിയാണ്. നമുക്ക് പ്രൈസിങ് വന്നേക്കുന്നത് 3.90, 2014 മോഡൽ, 1.34 അടുത്ത് ഓടിയിട്ടുണ്ട്. അപ്പോൾ പോളോ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പിന്നെ വരുന്നത് ഹുണ്ടായുടെ സാൻഡ്രോ ഉണ്ട്. സാൻഡ്രോ വരുന്നത് 1.10 പ്രൈസിങ് വരുന്നത്. നമുക്ക് എന്താ പറയുക, എല്ലാ പ്രൈസിങ്ങും ഞാൻ പറയുന്നത് നെഗോഷ്യബിൾ പ്രൈസിങ് തന്നെയാണ്. ഇത് 2011 മോഡലാണ്, 2010 മേക്കും 2011 രജിസ്ട്രേഷനും. പിന്നെ ഫോർഡ് ഫിഗോ വരുന്നുണ്ട്, 1.5 ലക്ഷം രൂപ കാറ്റഗറിയിൽ. ഇത് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്, 5 വർഷത്തേക്ക് പേപ്പർ ഉണ്ട്. അപ്പോൾ ഫിഗോ വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ മഹീന്ദ്രയുടെ XUV 500 W8 മോഡൽ. അപ്പോൾ ഇത് വേണ്ടവരെന്നാണ് ഞാൻ വണ്ടി എന്താ പറയുക, അറ്റ്മോസ്റ്റ് കണ്ടീഷൻ, നല്ല സൂപ്പർ കണ്ടീഷനിലുള്ള വണ്ടിയാണ്. 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ ഒരു ഏജ് വെച്ചിട്ട് ഇത്രയും കിലോമീറ്റർ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അവിഞ്ഞിട്ടില്ല വണ്ടി, നല്ല നോർമൽ
കണ്ടീഷനിൽ പക്കയായിട്ട് കൊണ്ടു നടക്കാം എന്നുള്ള ഒരാളുണ്ടെങ്കിൽ ഒരാൾക്ക് 5 വർഷം 6 വർഷമൊക്കെ നല്ല സൂപ്പറായിട്ട് കൊണ്ടു നടക്കാം. പിന്നെ പറഞ്ഞാൽ റെനോൾട്ടിൻ്റെ ക്യാപ്ചർ ഡീസലാണ്, 690 പ്രൈസ് വരുന്നത്. 2018 മോഡൽ, സെക്കൻഡ് ഓണറാണ് വരുന്നത്. 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സെക്കൻഡ് ഓണറാണ്. പിന്നെ വരുന്നതാണ് ക്രെറ്റ തേർഡ് ഓണർഷിപ്പാണ്. പ്രൈസ് വരുന്നത് 10 ആസ്കിങ് പ്രൈസ് വരുന്നത്. 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുടെയും പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേറെ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇന്നത്തേക്കില്ല. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് ഇനി ലിസ്റ്റ് പ്രകാരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ഫോട്ടോസ് വെച്ചിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അയക്കാം, പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എവിടെയൊക്കെ വണ്ടികളുണ്ടെന്നുള്ളൊരു ധാരണ കൂടെ കിട്ടും. അപ്പോൾ ഇറ്റ്സ് മീ ഷാഹിദ്, സൈനിങ് ഓഫ് ഫ്രം ഹോക്കറാസ്.